ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ 2021 ജൂൺ മാസം ബോണസ് ഇഷ്യൂ എന്ന കോർപ്പറേറ്റ് ആക്ഷൻ പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട 8 സ്റ്റോക്കുകളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ 8 സ്റ്റോക്കുകളിൽ ആദ്യത്തെ 3 സ്റ്റോക്കുകൾ ജൂൺ 9, ജൂൺ 10 എന്നീ തീയതികളിൽ ബോണസ് പ്രഖ്യാപനം നടത്താൻ പോകുന്ന സ്റ്റോക്കുകളാണ്. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 3 സ്റ്റോക്കുകൾ ആൾറെഡി കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈ കമ്പനികളുടെ ബോണസ് ഇഷ്യൂ പ്ലാൻ അപ്രൂവൽ നൽകുകയും എന്നാൽ എക്സ് ബോണസ് ഡേറ്റ് പുറത്ത് വിടാത്തതുമായ കമ്പനികളാണ്. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 2 കമ്പനികൾ, അതായത് ഈ 2 സ്റ്റോക്കുകളുടെയും എക്സ് ബോണസ് ഡേറ്റും ബോണസ് റേഷ്യോ തുടങ്ങിയ കംപ്ലീറ്റ് ഇൻഫർമേഷൻ അവൈലബിൾ ആയ സ്റ്റോക്കുകളാണ്. ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്. ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. 9th ജൂൺ 2021 ബോണസ് ഇഷ്യൂ പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒന്നാമത്തെ സ്റ്റോക്കാണ് ടിയാൻ ആയുർവേദിക് എന്ന സ്റ്റോക്ക്. ടിയാൻ ആയുർവേദിക് എന്ന കമ്പനി ഇന്ത്യയിൽ വിവിധ ആയുർവേദിക് പ്രോഡക്റ്റുകളായ ആയുർവേദിക് സോപ്പ്, ക്രീമുകൾ, സ്ക്രബുകൾ, ഫേഷ്യൽ കെയർ പ്രോഡക്റ്റുകൾ, ഷാംപൂ, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ പ്രോഡക്റ്റുകൾ എന്നിവ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനിയാണ്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 32 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പാണ്. സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ വില 50 രൂപയും അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ PE 34.8 ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ വളരെ നെഗ്ലിജിബിൾ ഡിവിഡൻഡ് ഈൽഡാണ്. റിട്ടേൺ റേഷ്യോ നോക്കുകയാണെങ്കിൽ ROCE 12.1%, ROE 9.17%, ഫേസ് വാല്യൂ 10. സ്റ്റോക്ക് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് സ്റ്റോക്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ തന്നെയാണ്. അതായത് ഈ കമ്പനിയിൽ പ്രൊമോട്ടേഴ്സിൻ്റെ ഷെയർ ഹോൾഡിംഗ് 8.61%, പബ്ലിക്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് 91.39%. ഈ കമ്പനി കഴിഞ്ഞ വർഷവും ബോണസ് നൽകിയിരുന്നു. അതായത് 3 ജൂലൈ 2021 ഈ കമ്പനി 1:4 എന്ന റേഷ്യോയിലുള്ള ഒരു ബോണസ് ഇഷ്യൂ ആണ് നൽകിയത്. ഇനി നമ്മൾക്ക് ബോണസ് ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം. 2nd ജൂൺ 2021 ഈ കമ്പനിയുടെ ബോണസ് ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത്. അതായത് നോട്ടിഫിക്കേഷൻ പ്രകാരം 9th ജൂൺ 2021 നടക്കുന്ന കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ഈ കമ്പനിയുടെ ബോണസ് ഇഷ്യൂ പ്ലാനും അതുപോലെ തന്നെ കമ്പനിയുടെ Q4 റിസൾട്ട് അനൗൺസ്മെൻറ്റും നടത്തും എന്നാണ് എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷനിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. 9 ജൂൺ 2021 ബോണസ് അനൗൺസ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട രണ്ടാമത്തെ സ്റ്റോക്കാണ് സാധന നൈട്രോ കെമിക്കൽ ലിമിറ്റഡ് എന്ന കമ്പനി. സാധന നൈട്രോ കെമിക്കൽ ലിമിറ്റഡ് എന്ന കമ്പനി കെമിക്കൽ ഇൻ്റർമീഡിയേറ്റ്സ്, ഹെവി ഓർഗാനിക് കെമിക്കൽസ്, പെർഫോമൻസ് കെമിക്കൽസ് എന്നിവ മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനിയാണ്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 662 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പാണ് കമ്പനിക്കുള്ളത്. സ്റ്റോക്കിൻ്റെ കറണ്ട് പ്രൈസ് 47 രൂപയും സ്റ്റോക്കിൻ്റെ ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ 8 രൂപ 10 പൈസയുമാണ്. സ്റ്റോക്കിൻ്റെ റിട്ടേൺ റേഷ്യോ നോക്കുകയാണെങ്കിൽ ROCE 18.2%, ROE 13.2%, സ്റ്റോക്കിൻ്റെ ഫേസ് വാല്യൂ 1 രൂപയുമാണ്. സ്റ്റോക്കിലെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ 74.02% പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്ങും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 0.05%, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 0.01%, പബ്ലിക്കിൻ്റെ ഹോൾഡിംഗ് 25.92%. ഈ സ്റ്റോക്കിൻ്റെ പ്രീവിയസ് ബോണസ് ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2020 1:2 എന്ന റേഷ്യോയിലും 2002 2:5 എന്ന റേഷ്യോയിലും ഈ കമ്പനി ബോണസ് നൽകിയിട്ടുണ്ട്. കമ്പനി ഇതുവരെ 4 പ്രാവശ്യം ബോണസ് നൽകിയിട്ടുണ്ട്. കമ്പനിയുടെ ബോണസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് ഫില്ലിംഗ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 9th ജൂൺ 2021 വെനസ്ഡേയിൽ ഈ കമ്പനി അതിൻ്റെ Q4 റിസൾട്ടും അതുപോലെ തന്നെ ബോണസ് ഷെയർ ഡിക്ലറേഷൻ നടത്തും എന്നാണ് നമ്മൾക്ക് എക്സ്ചേഞ്ച് ഫില്ലിങ്ങിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. 10th ജൂൺ 2021 ബോണസ് അനൗൺസ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കമ്പനിയാണ് ടൈഡ് വാട്ടർ ഓയിൽ കമ്പനി. ടൈഡ് വാട്ടർ ഓയിൽ കമ്പനി ഇന്ത്യ പ്രധാനമായും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ലൂബ്രിക്കൻസിൻ്റെ മാനുഫാക്ചറിങ്ങിലും അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിലുമാണ്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 4364 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പാണ് ഈ കമ്പനിക്കുള്ളത്. സ്റ്റോക്കിൻ്റെ പ്രൈസ് 12522 അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ബുക്ക് വാല്യൂ 1970. ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ 2% ഡിവിഡൻഡ് ഈൽഡും കമ്പനിയുടെ ROCE നോക്കുകയാണെങ്കിൽ 23.3%, ROE നോക്കുകയാണെങ്കിൽ 18.4%, സ്റ്റോക്കിൻ്റെ ഫേസ് വാല്യൂ 5 രൂപയുമാണ്. സ്റ്റോക്കിലെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ്
നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 57.28% പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്ങും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 0.59%, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 11.10%, പബ്ലിക് ഹോൾഡിംഗ് 28.56%, അതർ ഹോൾഡിംഗ് 2.46%. അതുകൂടാതെ സ്റ്റോക്കിൻ്റെ പ്രീവിയസ് ബോണസ് ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2016 ഈ സ്റ്റോക്ക് 1:1 എന്ന റേഷ്യോയിൽ ബോണസ് അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ ബോണസ് നൽകിയായിരുന്നു. അതുപോലെ തന്നെ 1980-ലും 1993-ലും ഈ കമ്പനി 1:1 എന്ന റേഷ്യോയിൽ ബോണസ് നൽകിയിട്ടുണ്ട്. ഈ കമ്പനിയുടെ ബോണസ് അനൗൺസ്മെൻറ്റിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന പ്രത്യേകത 2016-ലും ഈ കമ്പനി ബോണസ് അനൗൺസ്മെൻറ്റിനോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റ് കൂടി നടത്തിയായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും ഈ കമ്പനി ബോണസ് അനൗൺസ്മെൻറ്റിനോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനും നമ്മൾക്ക് കാണാൻ സാധിക്കും. അതായത് 26 മെയ് 2021 ടൈഡ് വാട്ടർ ഓയിൽ കമ്പനി ഇന്ത്യയുടെ എക്സ്ചേഞ്ച് ഫില്ലിംഗ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കമ്പനി 10 ജൂൺ 2021 നടക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗിൽ കമ്പനിയുടെ Q4 റിസൾട്ടും അതുപോലെ തന്നെ ഡിവിഡൻഡ് അനൗൺസ്മെൻറ്റും അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റും ബോണസ് ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഈ കമ്പനി 26 മെയ് 2021 മുതലേ ഇതിൻ്റെ ഇൻഫർമേഷൻ പുറത്തു വന്നത് സ്ഥിതിക്ക് ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു റാലി ആയിരുന്നു കാണാൻ സാധിച്ചത്. അതായത് ട്രേഡിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ ഈ സ്റ്റോക്കിൽ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണെന്ന് തന്നെ നമ്മൾക്ക് പറയാൻ സാധിക്കും. 2021 ജൂൺ മാസം ബോണസ് ഷെയർ അനൗൺസ്മെൻറ്റ് നടത്തിയ ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ് ശാരിക എൻ്റർപ്രൈസസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. ഈ കമ്പനി ഇന്ത്യ ബേസ്ഡ് പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 65 കോടിയും അതുപോലെ തന്നെ കറണ്ട് പ്രൈസ് 60-മാണ്. അതുകൂടാതെ സ്റ്റോക്കിൻ്റെ ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ 22 രൂപയാണ് സ്റ്റോക്കിൻ്റെ ബുക്ക് വാല്യൂ. ഡിവിഡൻഡ് നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ഡിവിഡൻറ്റും ROCE അല്ലെങ്കിൽ റിട്ടേൺ റേഷ്യോ നോക്കുകയാണെങ്കിൽ ROCE 7.32%, ROE 0.57%, സ്റ്റോക്കിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയുമാണ്. സ്റ്റോക്ക് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് സ്റ്റോക്കിൻ്റെ കോസ്റ്റ് ഓഫ് ബോറോവിങ് വളരെ ഹൈ ആണ്. അതോടൊപ്പം തന്നെ സ്റ്റോക്കിൻ്റെ ROE നോക്കുകയാണെങ്കിൽ ROE വളരെ ലോ ആണ്. ഇനി സ്റ്റോക്കിലെ പ്രധാനപ്പെട്ട ബോണസ് അനൗൺസ്മെൻറ്റ് ഡേറ്റിലേക്ക് കിടക്കാം. അതായത് 4 ജൂൺ 2021 നടന്ന കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ആണ് ഈ സ്റ്റോക്കിൻ്റെ ബോണസ് അനൗൺസ്മെൻറ്റ് നടത്തിയത്. ബോണസ് അനൗൺസ്മെൻറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1:1 എന്ന റേഷ്യോയിലുള്ള ഒരു ബോണസ് ഷെയർ ഡിസ്ട്രിബ്യൂഷനാണ് ഈ കമ്പനിയിൽ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ കമ്പനിയുടെ ഓരോ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്കും ഒരു ഷെയർ കൂടി ബോണസായിട്ട് ലഭിക്കുന്നതായിരിക്കും. ബോണസ് ഡേറ്റിനെ കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് ഇതുവരെയും വന്നിട്ടില്ല. ബോണസ് ഷെയർ അനൗൺസ്മെൻറ്റിനോടൊപ്പം തന്നെ കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ്മെൻറ്റ് കൂടി നടത്തിയിട്ടുണ്ട്. അതായത് 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഈ കമ്പനിയുടെ സ്റ്റോക്ക് 5 രൂപ ഫേസ് വാല്യൂ ഉള്ള 2 സ്റ്റോക്കുകളായിട്ടാണ് സ്പ്ലിറ്റ് ആകുന്നത്. ജൂൺ മാസത്തിൽ ആൾറെഡി ബോണസ് അനൗൺസ്മെൻറ്റ് നടത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്കാണ് സാലാസാർ ടെക്നോ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന കമ്പനി. സാലാസാർ ടെക്നോ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന കമ്പനിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ വെൽത്തി ലൈഫിൻ്റെ ആൾട്ടർനേറ്റീവ് ചാനലായ വെൽത്തി ലൈഫ് ഇൻഫിനിറ്റി എന്ന ചാനലിൽ നമ്മൾ ആൾറെഡി ചെയ്തതാണ്. കമ്പനിയുടെ ബിസിനസ് മോഡൽ നോക്കുകയാണെങ്കിൽ അതായത് ടെലികോം ടവേഴ്സിന് ആവശ്യമായിട്ടുള്ള ഗാൽവനൈസ്ഡ് സ്റ്റീൽ സ്ട്രക്ചർ നിർമ്മിക്കുന്ന കമ്പനിയാണ് സാലാസാർ ടെക്നോ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന കമ്പനി. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 988 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പും സ്റ്റോക്കിൻ്റെ കറണ്ട് പ്രൈസ് 670 രൂപയുമാണ്. അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ 177ഉം ഡിവിഡൻഡ് ഈൽഡ് ഫ്ലാറ്റുമാണ്. സ്റ്റോക്കിൻ്റെ ROCE 15%, ROE 12.9%, ഫേസ് വാല്യൂ 10-മാണ്. അതോടൊപ്പം തന്നെ സ്റ്റോക്കിലെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സിൻ്റെ പക്കൽ 74.94% സ്റ്റേക്ക് ഹോൾഡിങ്ങും പബ്ലിക്കിൻ്റെ പക്കൽ 25.06% സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. കമ്പനിയുടെ ബോണസ് റേഷ്യോ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1:1 എന്ന റേഷ്യോയിലുള്ള ബോണസ് ആണ് ഈ കമ്പനി നൽകുന്നത്. അതായത് ഈ കമ്പനിയുടെ ഓരോ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിനും ഒരു ഷെയർ കൂടി ബോണസായി ലഭിക്കുന്നതാണ്. കമ്പനിയുടെ ബോണസ് ഡേറ്റിനെ കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് ഇതുവരെയും വന്നിട്ടില്ല. അതുകൂടാതെ ജൂൺ മാസത്തിൽ ബോണസ് അനൗൺസ്മെൻറ്റ് നൽകിയ മറ്റൊരു സ്റ്റോക്കാണ് GRM ഓവർസീസ് ലിമിറ്റഡ് എന്ന കമ്പനി. GRM ഓവർസീസ് ലിമിറ്റഡ് എന്ന കമ്പനി പ്രധാനമായും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ബ്രാൻഡഡ് ആൻഡ് നോൺ ബ്രാൻഡഡ് ബസുമതി റൈസ് മാർക്കറ്റിങ്ങിലാണ്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 1119 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പാണ്. കമ്പനിയുടെ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ 24.6ഉം സ്റ്റോക്കിൻ്റെ കറണ്ട് പ്രൈസ് 2841-മാണ്. ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ 0.7%, റിട്ടേൺ റേഷ്യോ നോക്കുകയാണെങ്കിൽ ROCE 22.7%, ROE 40.4%, ഫേസ് വാല്യൂ 10-മാണ്.
പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ 71%, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ 3.15%, ഗവൺമെൻറ് ഹോൾഡിംഗ് 2.25%, പബ്ലിക് ഹോൾഡിംഗ് 23%വുമാണ് നമ്മൾക്ക് ഈ കമ്പനിയിൽ കാണാൻ സാധിക്കുന്നത്. കമ്പനിയുടെ എക്സ്ചേഞ്ച് ഫില്ലിംഗ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗ് ഔട്ട്കം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2:1 എന്ന റേഷ്യോയിലുള്ള ഒരു ബോണസ് ഷെയർ അനൗൺസ്മെൻ്റ് ആണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ കമ്പനിയുടെ ഓരോ ഷെയറുകൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സിനും 2 ഷെയറുകൾ ബോണസായി ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ബോണസ് അനൗൺസ്മെൻ്റ് ആണ് നമ്മൾക്ക് ഈ കമ്പനിയിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾക്ക് ജൂൺ മാസത്തിൽ എക്സ് ബോണസ് ഡേറ്റ് വരുന്ന 2 കമ്പനികളെക്കുറിച്ച് പരിചയപ്പെടാം. ഒന്നാമത്തെ സ്റ്റോക്ക് ആരതി ഇൻഡസ്ട്രീസ് ആണ്. ആരതി ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക് 1:1 എന്ന റേഷ്യോയിലുള്ള ബോണസ് റേഷ്യോ ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ആരതി ഇൻഡസ്ട്രീസിൻ്റെ ഓരോ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിനും 1 ഷെയർ കൂടി ബോണസായി ലഭിക്കുന്നതായിരിക്കും. ഈ ബോണസ് അനൗൺസ്മെൻറ്റ് നടന്നത് 18 മെയ് 2021. ഈ ബോണസിൻ്റെ എക്സ് ബോണസ് ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 22 ജൂൺ 2021. അതായത് 22 ജൂൺ 2021 ഒരു ദിവസം മുൻപേ എങ്കിലും ഈ സ്റ്റോക്ക് ബൈ ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ അവരുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഉള്ള ഒരു വ്യക്തിക്കോ ഈ സ്റ്റോക്കിൻ്റെ ബോണസ് ഷെയർ ലഭിക്കുന്നതായിരിക്കും. റെക്കോർഡ് ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 23 ജൂൺ 2021. അതുപോലെ തന്നെ മറ്റൊരു സ്റ്റോക്കാണ് വരുൺ ബിവറേജസ് എന്ന സ്റ്റോക്ക്. വരുൺ ബിവറേജസ് എന്ന സ്റ്റോക്കിൻ്റെ ബോണസ് റേഷ്യോ 1:2 എന്ന റേഷ്യോ ആണ്. അതായത് വരുൺ ബിവറേജസിൻ്റെ വരുൺ ബിവറേജസിൻ്റെ 2 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 1 ഷെയർ കൂടി ബോണസ് ഷെയർ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഈ ബോണസ് ഷെയറിൻ്റെ എക്സ് ബോണസ് ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 10 ജൂൺ 2021. അതുപോലെ തന്നെ ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 12 ജൂൺ 2021. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്